ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ശാന്തിമുഹൂർത്തം മുടക്കാനുള്ള സുസ്മിതയുടെ പണിയെന്നും ശാലിനിയുടെ അടുത്ത് ഏക്കില്ല. അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചെന്നിരിക്കുകയാണ് സുസ്മിത. അന്നേരം ഏത് രാജശേഖരൻ നായരുടെ മകളായാലും നീ ഇപ്പോൾ പത്മാവതി അമ്മയുടെ അടുക്കളയിലെ വെറും ജോലിക്കാരി മാത്രമാണ്. ഇനിയെങ്കിലും നീ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ജോലിയൊക്കെ ചെയ്യുന്നത് കളിയാക്കാൻ പാടില്ല. കേട്ടോടി സുസ്മിത എന്ന് പറഞ്ഞ് പായസം ഉണ്ടാക്കാനായിട്ട് ശാലിനി സഹായിക്കുകയാണ്. തുടർന്ന് സേമിയ എടുക്കാനും അത് ചെറിയ പീസാക്കി പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടാനും ഒക്കെ ശാലിനി പറയുകയാണ്. തുടർന്ന് സുസ്മിത അതുപോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ ദേഷ്യത്തോടെയാണ് ചെയ്യുന്നത്. അന്നേരം ശാലിനി വീണ്ടും പറയുകയാണ്, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നീ ഇപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ, അതുപോലെ നിന്നെ ഇന്ന് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി മണിയറയിലേക്ക് കൊണ്ടുപോയി കഥ കടച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് ശാലിനി ഉറപ്പിച്ചു പറയുകയാണ്. അന്നേരം അത് നമുക്ക് കാണാമെടിയെന്ന് സുസ്മിത ഇങ്ങനെ മനസ്സിൽ പറയുന്നുള്ളൂ. അന്നേരം അത് കേട്ടതുപോലെ കാണാമെന്ന് തിരിച്ച് ശാലിനിയും അതേപോലെ മനസ്സിൽ പറയുകയാണ്. ഇതേ സമയവും ഭാമ അവിടെ പത്മാവതിയമ്മയുടെ ഇന്ന് വർത്താനം പറയുകയാണ്. സരള പ്രസവിച്ചെന്നേ ഉള്ളൂ, എന്നാലും ഞാനാണ് അവളെ വളർത്തിയതും എടുത്തതും ഒക്കെ. അവളുടെ കാര്യത്തിൽ എനിക്കാണ് കൂടുതൽ ശ്രദ്ധ. ഇന്ന് ശാന്തി മുഹൂർത്തത്തിന് മണിയറയിലേക്ക് അവളെ പറഞ്ഞു വിട്ടിട്ടേ ഞാനിവിടുന്ന് മടക്കമുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാകുന്നു എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അതേസമയം പത്മാവതിയമ്മ രോഹിത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പായസവും ഒക്കെ ആയിട്ടൊരു താലത്തിൽ പായസം ഗ്ലാസ്സൊക്കെ വെച്ച് സുസ്മിതയെ ശാലിനി കൊണ്ടുവരികയാണ്. സുസ്മിത ഉണ്ടാക്കിയ പായസം റെഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാലിനി സുസ്മിത പുറകെ വരുന്നത്. തുടർന്ന് സുസ്മിത പായസം കൊണ്ടുവന്ന് ആദ്യം സത്യഭാമയ്ക്കാണ് കൊടുക്കുന്നത്. അന്നേരം ഞാനും സരളയും ഒന്നുമല്ല ഇപ്പോൾ നീ പരിഗണിക്കേണ്ടത്, പത്മാവതിയാണ് നീ ഏത് കാര്യത്തിലും ഇനി ആദ്യം പരിഗണിക്കേണ്ടത്. പത്മാവതിയാണ് ഇനി മുതൽ നിന്റെ അമ്മ, പത്മാവതിക്ക് കൊടുക്കുക എന്ന് ഭാമ പറയുമ്പോൾ സുസ്മിത കൊണ്ടുവന്ന് പത്മാവതിക്ക് കൊടുക്കുകയാണ് പായസം. തുടർന്ന് ആ ദേഷ്യ മുഖത്തോടു കൂടിയാണ് പത്മാവതി പായസം എടുക്കുന്നത്. തുടർന്ന് ഭാമയ്ക്കും കൊടുക്കുകയാണ്. അതിനുശേഷം സുസ്മിത പറയുകയാണ്, അതെ സുസ്മിതയെ നോക്കിക്കൊണ്ടിരിക്കാതെ ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കുന്നു. അന്നേരം സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടെ ശാലിനി നോക്കുമ്പോൾ അതെ ഞങ്ങൾക്ക് എന്ന് പറയുകയാണ് വിഷ്ണു രോഹിത്തിനെ ചൂണ്ടിയിട്ട്. തുടർന്ന് വിഷ്ണുവും രോഹിത്തും പായസം എടുക്കുകയാണ്. തുടർന്ന് രോഹിത് ഇങ്ങനെ സുസ്മിതയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഈ പായസം കണ്ടിട്ട് നീ മനപ്പായസം ഒന്നും കെട്ടണ്ട, നിന്റെ ശാന്തി മുഹൂർത്തവും ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം, എല്ലാം ഞാൻ മുടക്കും, നിന്റെ ആത്മാവിന് ശാന്തിയാണ് നേരാൻ പോകുന്നത് എന്നിങ്ങനെയൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്. ഇതേസമയം ഭാമ പത്മാവതിയോട് പറയുന്നുണ്ട്, സുസ്മിത നേരെ വാ നേരെ പോ എന്നുള്ള സ്വഭാവക്കാരിയാണ്. എന്തെങ്കിലും കുറ്റം അവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പത്മാവതി പറഞ്ഞ് നേരെയാക്കണമെന്ന്. അങ്ങനെ അതൊക്കെ ഞാൻ ഏറ്റു സത്യാമ്മയെന്ന് പറയുകയാണ് പത്മാവതിയും. തുടർന്ന് ശാലിനി ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് അത് കുടിക്കുകയാണ്. എന്നിട്ട് ശാലിനി അങ്ങ് നെറ്റി ചുളിക്കുകയാണ്. എന്നിട്ട് ശാലിനി പിന്നെ ഒരു ചിരി അഭിനയിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, സുസ്മിത ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ടെന്ന്. തുടർന്ന് പത്മാവതിയും സത്യഭാമയും വിഷ്ണു രോഹിതും ഒക്കെ പായസം വായിലേക്ക് വെക്കുകയാണ്. പക്ഷേ എല്ലാവരും ഒരേപോലെ അങ്ങ് നെറ്റി ചുളിക്കുന്നുണ്ട്. വിഷ്ണുവിനാണെങ്കിൽ കുടിച്ചത് തിരിച്ച് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്ന് രോഹിത്തിനോട് വേണോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. തുടർന്ന് എല്ലാവരുടെയും മുഖഭാവം കണ്ടിട്ട് സുസ്മിത കരുതുകയാണ്, എല്ലാവരുടെയും മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയിരുന്ന ഒരു ഗ്ലാസ് പായസം സുസ്മിത കുടിച്ചു നോക്കിയാണ്. അയ്യേ ഓടവെള്ളം പോലെയുണ്ട് എന്നിങ്ങനെ സുസ്മിത മനസ്സിൽ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, സുസ്മിതയുടെ മനസ്സ് പോലെ തന്നെയെന്ന്. പെട്ടെന്ന് ഭാമ അങ്ങ് ചിരിച്ചിട്ട് പറയണം, മധുരം അല്പം കുറവുണ്ട്, സുസ്മിതയെ പാചകം പഠിപ്പിക്കാനായിട്ട് പത്മാവതി ഒരുപാട് പാടുപെടുമെന്നാണ് തോന്നുന്നതെന്ന്. അന്നേരം അതൊന്നും സാരമല്ല സത്യാമ്മേ, എൻ്റെ കയ്യിലേക്കല്ലേ കിട്ടിയിരിക്കുന്നത്, ഞാൻ അതൊക്കെ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എല്ലാവരും ആ പായസം അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. തുടർന്ന് ഇത് തന്നെ പറ്റിയ അവസരമെന്നും പറഞ്ഞ് വയറിലൊക്കെ പിടിച്ചുകൊണ്ടങ്ങ് അയ്യോ അമ്മയെന്നൊക്കെ വിളിച്ചങ്ങ് വയറുവേദന അഭിനയിക്കുകയാണ് സുസ്മിത. അന്നേരം എന്താ പറ്റിയതെന്നും പറഞ്ഞ് ഭാമയൊക്കെ അടുത്തേക്ക് വരികയാണ്. തുടർന്ന് വിഷ്ണു ശാലിനി അന്തം വിട്ട് നോക്കിയാണ് ഇവൾ എന്തായി കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ. അന്നേരം ഭയങ്കര വയറുവേദന എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ആക്ടിങ് ആണല്ലോടി എന്ന് ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അന്നേരം അതേടി നീ വിചാരിച്ചാലൊന്നും ഇത് മാറ്റാനായിട്ട് പറ്റില്ല, എൻ്റെ വയറിലല്ലേ വേദന എന്നിങ്ങനെ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് നീ എന്താ കഴിച്ചത്, ഇനി ദഹനക്കേട് വല്ലതും ആയിരിക്കുമോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അതിന് അവളുണ്ടാക്കിയ പായസം അവൾ കഴിച്ചില്ലല്ലോ എന്ന്. അന്നേരം മിണ്ടാതിരിക്കുക, ഈ സമയത്താണോ നിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞ് ഭാമ വഴക്ക് പറയുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് വിഷ്ണു ഇരിക്കുന്ന ആ സെറ്റിയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് സുസ്മിത ഇരിക്കുന്നത് കണ്ട് വിഷ്ണു ഇങ്ങനെ പതിയെ അടുത്ത് നിന്ന് മാറി അങ്ങേ അറ്റത്തേക്ക് അങ്ങ് നീങ്ങിയിരിക്കുകയാണ്. തുടർന്ന് ടാബ്ലറ്റ് വല്ലതും ഇരിപ്പുണ്ടോ പത്മാവതി എന്ന് ഭാമ ചോദിക്കുമ്പോൾ ടാബ്ലറ്റ് ഒന്നും വേണ്ട, എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ്
സുസ്മിത അങ്ങ് ബഹളം വയ്ക്കുകയാണ്. തുടർന്ന് ശാലിനി അതേപോലെ അതേ നാണയത്തിൽ സുസ്മിതയ്ക്ക് തിരിച്ചൊരു പണി കൊടുക്കുകയാണ്. ഇത് ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോകാം, ചിലപ്പോൾ മാരകമായ അസുഖം വല്ലതുമായിരിക്കും, ഇനി അപ്പൻഡിസൈറ്റിസ് വല്ലതുമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് അവിടെ. അവർ ഓപ്പറേറ്റ് ചെയ്ത് ശരീരത്തിൻ്റെ വലിയൊരു ഭാഗം എടുത്തു കളയും, ചെറിയൊരു ഓപ്പറേഷനാണ് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത അങ്ങ് പേടിക്കുകയാണ്. ഓപ്പറേഷനോ? അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം അത് മതി, അങ്ങനെയല്ലേ വിഷ്ണു ഏട്ടാ, ആ ഹോസ്പിറ്റൽ നല്ലതല്ലേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ തോണ്ടി ശാലിനി ചോദിക്കുകയാണ്. അത് നല്ലതാ എന്നിങ്ങനെ വിഷ്ണു സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ഭാമയും ഈ ശാലിനി പറയുന്ന കഥയൊക്കെ ഒരു മന്ദബുദ്ധിയെ പോലെ ഭാമ അങ്ങ് വിശ്വസിക്കുകയാണ്. ആണോ ശാലിനി, അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാം എന്നിങ്ങനെ ഭാമയും പറയുമ്പോൾ ഓപ്പറേഷൻ എന്നൊക്കെ കേട്ട് പേടിച്ചങ്ങ് സുസ്മിത ഇരിക്കുകയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എനിക്ക് വയറുവേദന കാരണം ഒരടി പോലും നടക്കാൻ വയ്യ, യാത്ര ചെയ്യാനൊന്നും വയ്യ, കണ്ണീന്നൊക്കെ പൊന്നീച്ച പറക്കുകയാണ്, ടാബ്ലറ്റ് കഴിച്ച് അല്പനേരം കിടക്കാം എന്നിങ്ങനെ അവസാന സുസ്മിത സമ്മതിക്കുകയാണ്. അപ്പോഴേക്ക് ശാലിനിക്ക് അങ്ങ് ആശ്വാസമാകുന്നുണ്ട്. ഇനി ശാന്തി മുഹൂർത്തം മുടങ്ങില്ലല്ലോ എന്നോർത്ത്. തുടർന്ന് വാ മോളെന്നും പറഞ്ഞ് പത്മാവതി സുസ്മിതയും പിടിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഭാമയും അങ്ങ് പിറകെ പോകുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ശാന്തി മുഹൂർത്തം മുടക്കാനുള്ള അവളുടെ അടവാണിതെന്ന്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, ശാന്തി മുഹൂർത്തം കുറിച്ചെങ്കിൽ അതിന്ന് തന്നെ നടന്നിരിക്കുമെന്ന്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ആകെ എങ്ങ് വിഷമിച്ചിരിക്കുകയാണ് പ്രീതി. അർജുൻ കല്യാണത്തിന്, സുസ്മിതയുടെ കല്യാണത്തിന് പ്രീതി ഇങ്ങോട്ട് വരാൻ നേരം അങ്ങോട്ട് ചെല്ലണ്ട, ഞാനിവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നീ വരണ്ട എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞത് ആലോചിച്ച് അങ്ങ് വിഷമിച്ച് പ്രീതി ഇരിക്കുകയാണ്. ഈ സമയത്ത് പൊന്നി വന്ന് ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് കാറ്ററിംഗുകാർ, ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെയൊക്കെ കുറ്റം പറയുകയാണ്. അവർ നേരെ ജോലിയൊന്നും ചെയ്യില്ല, കുറേ പാത്രവും ഗ്ലാസ്സൊക്കെ കാണാതെ പോയി, എൻ്റെ ജോലി ഇനി ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊന്നി അങ്ങ് വാതോരാതെ സംസാരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും പ്രീതി കേൾക്കുന്നില്ല. തുടർന്ന് പ്രീതി കുഞ്ഞേന്ന് വിളിക്കുമ്പോഴാണ് പ്രീതി ഇങ്ങനെ ആലോചനയിൽ നിന്ന് ഉണരുന്നത്. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. അന്നേരം വയറ്റുകണ്ണിയായിട്ട് ഇവിടെയൊക്കെ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്തതല്ലേ, കുഞ്ഞു പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പൊന്നി അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം ഹാളിലിരുന്ന് രമണപിള്ള കൊടുത്ത കണക്കൊക്കെ നോക്കുകയാണ് രാഘവൻ നായർ. കല്യാണത്തിൻ്റെ കണക്കൊക്കെയാണ് നോക്കുന്നത്. അന്നേരം ഇതെന്താടോ ഈ 15,000 എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഉത്സാഹ കമ്മിറ്റിയുടെ ആണ് എന്ന് പറഞ്ഞ് രമണപിള്ള തൻ്റെ തല ചൊറിയുകയാണ്. അന്നേരം ഉത്സാഹ കമ്മിറ്റിയോ, തല ചൊറിയാനായിട്ട് തൻ്റെ മുടി ഇല്ലല്ലോ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അടുത്ത കണക്കൊക്കെ നോക്കുമ്പോഴാണ് പ്രീതി അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത്. അന്നേരം മോളെ ഇതൊന്ന് നോക്കിക്കേ, ഈ പിള്ള പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ രാഘവൻ നായർ ആ ബുക്ക് നോക്കി പറയുകയാണ്. പക്ഷേ രാഘവൻ നായർ പറഞ്ഞതൊന്നും പ്രീതി കേൾക്കുന്നില്ല. പ്രീതി ഇല്ല, അനാഥപ്രേതങ്ങൾ നടന്നു പോകുന്ന പോലെ നടന്നങ്ങ് കോണിപ്പടി കയറിയങ്ങ് മുകളിലേക്ക് പോവുകയാണ്. അത് നോക്കി പിള്ള ഇങ്ങനെ വായം തുറന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം മോളേന്ന് വിളിച്ചിട്ട് ആ ബുക്കിൽ നിന്നും തലയെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ പോയോ, അവളും പോയോ, ഇനിയിപ്പോൾ ഞാൻ മാത്രം നോക്കിയിട്ട് എന്താണ് എന്ന് പറഞ്ഞ് 4 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ അതൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പിള്ള ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. ക്യാമറ, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, പിന്നെ 30,000 രൂപയുടെ ഒരു കണക്ക് ചോദിക്കുമ്പോൾ അത് പൂവിൻ്റെ ആണെന്ന് പിള്ള പറയുന്നുണ്ട്. അന്നേരം പൂവുകൊണ്ടാണോ കല്യാണം നടക്കിയത്, 30,000 രൂപയുടെ പൂവെന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം വാടി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ ചൂടില്ല, തലയിൽ ചൂടാൻ വേണ്ടി വാങ്ങിച്ചതാണ്, ഓരോരുത്തർക്കും 1-2 മുഴം വേണം എന്നൊക്കെ ഇങ്ങനെ പിള്ള പറഞ്ഞൊപ്പിക്കുമ്പോൾ ഇതിലും ഭേദം ആണുങ്ങളുടെ ഉത്സാഹ കമ്മിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞങ്ങ് നെടുവീർപ്പെടുകയാണ് രാഘവൻ നായർ. ഇതേസമയം റൂമിൽ പോയി പ്രീതി അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അർജുൻ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ബൈക്കിൻ്റെ ശബ്ദം കേട്ടിട്ട് പ്രീതി മോളിൽ നിന്നും ജനാല തുറന്ന് നോക്കുമ്പോൾ അർജുനെ കാണുകയാണ്. അന്നേരം ആകെ സന്തോഷത്തിൽ താഴേക്ക് ഇറങ്ങി വരാനായിട്ട് പ്രീതി ശ്രമിക്കുകയാണ്. അതേസമയം പിള്ളയും രാഘവൻ നായരും കൂടി ഹാളിൽ കണക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അർജുൻ വരുന്നുണ്ട്. അന്നേരം അർജുനെ കാണുമ്പോൾ ആ മോനെ കയറി വാ, നീ എന്താ കല്യാണത്തിന് വരാതിരുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനേട്ടാന്നും പറഞ്ഞ് ഓടി പ്രീതി താഴേക്ക് വരുന്നത്. എന്നിട്ട് അർജുനെ കണ്ടുടനെ ഓടി ചെന്നങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. തിരിച്ച് രണ്ടുപേരുടെയും ആ സ്നേഹപ്രകടനം കണ്ടിട്ട് പിള്ളയും രാഘവൻ നായരും അങ്ങ് മുഖം തിരിച്ചിരിക്കുകയാണ്. ഇതേസമയം സുസ്മിത റൂമിൽ കട്ടിൽ കിടക്കുകയാണ്. അന്നേരം ശാലിനി റൂമിലേക്ക് വരുമ്പോൾ ശാലിനിയെ കണ്ട ഉടനെ അയ്യോ വയറുവേദന എന്നിങ്ങനെ ഉറക്കെ നിലവിളിക്കുകയാണ്. ഇത് കണ്ട് ശാലിനി പറയുന്നുണ്ട്, കുറേ നേരമായിട്ട് നീ ഒരൊറ്റ ഡയലോഗിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇനിയെങ്കിലും മാറ്റിപ്പിടി എന്ന് പറയുകയാണ്. അന്നേരം വയറുവേദന എടുത്തിരിക്കുന്ന എന്നോടാണോ നിൻ്റെ ഈ വെല്ലുവിളി, നിൻ്റെ വേലയൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്ക് ഇപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഭാമാൻറ്റി എന്നും പറഞ്ഞ് സത്യഭാമയെ വിളിക്കാനായിട്ട് സുസ്മിത പോവുകയാണ്. അന്നേരം നീ ഒന്ന് നിന്നേ, ഭാമാൻറ്റി ഒന്നും വിളിക്കണ്ട, ഞാൻ നിൻ്റെ സുഖകരം അന്വേഷിച്ചു
നിരീക്ഷിക്കാനായിട്ട് വന്നതാണ്. ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിനക്ക് നിർബന്ധമാണോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, അതെ എനിക്ക് പോകണം, പക്ഷേ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, അവിടെ പോയാൽ മതി എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം നിൻ്റെ ലാടവൈദ്യമൊക്കെ ഇവിടെ എങ്ങും വേണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്ക്, ഇത് ടാബ്ലറ്റും ഒന്നും കൊണ്ട് മാറില്ല. ഫാമാൻറ്റിന്ന് വിളിച്ചുകൊണ്ട് സുസ്മിത വീണ്ടും റൂമിൻ്റെ വെളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് മൊബൈൽ ഓണാക്കി ശാലിനി സുസ്മിതയെ കാണിക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ ഫോണിലൊരു വീഡിയോ ഓണാക്കിയാണ് സുസ്മിതയെ കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ലാടവൈദ്യം ഇവിടെ പ്രയോഗ്യമാകുമെന്ന് ഒന്ന് നോക്കിക്കേടിയെന്ന്. അന്നേരമാണ് ആ ഫോണിൽ വീഡിയോ കാണുന്നത്. കുറച്ച് മുന്നേ സുസ്മിത തൻ്റെ കൂട്ടുകാരിയെ ഫോൺ ചെയ്തില്ലേ, ഈ ശാന്തി മുഹൂർത്തം മുടക്കാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, വയറുവേദന അത് തന്നെ എന്നൊക്കെ സുസ്മിത സംസാരിക്കുന്ന ആ വീഡിയോയാണ് ശാലിനി തൻ്റെ ഫോണിലെടുത്തത്. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് എനിക്കൊരു ക്യാമറ വുമൺ ആകേണ്ടി വന്നു, ഇത് നോക്കിക്കേ എന്ന് പറയുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിത. എങ്ങനെ നിനക്ക് കിട്ടിയെന്നൊക്കെ സുസ്മിത ശാലിനിയോട് ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനി ആ വീഡിയോ എടുത്ത സീൻ കാണിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അതിലേക്കൂടെ പോകുമ്പോൾ ജനലിൽ കൂടെ ശ്രദ്ധിക്കുകയാണ് സുസ്മിത ഫോണിൽ സംസാരിക്കുന്നത്. അന്നേരം കൂട്ടുകാരോട് സംസാരിക്കുന്നത് കേട്ടിട്ട് ഉടനെ ക്യാമറ ഓണാക്കി സുസ്മിത സംസാരിച്ചതൊക്കെ തൻ്റെ ഫോണിൽ പകർത്തുകയാണ്. ആ സീനാണ് പിന്നീട് കാണിക്കുന്നത്. തുടർന്ന് ഇത് ചതിയാണ് ശാലിനി എന്നും പറഞ്ഞാൽ ഫോൺ പിടിച്ചു വാങ്ങാനൊക്കെ സുസ്മിത ശ്രമിക്കുന്നുണ്ട്. അന്നേരം എന്തു ചതി, നീ ഇങ്ങനെ എല്ലാവരെയും ചതിക്കുകയല്ലേ, നിന്റെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഫാമാൻറ്റി വരെ നീ ചതിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗം കണ്ടു നോക്കുമെന്നും പറഞ്ഞ് അതൊന്നുകൂടി ഓണാക്കി ശാലിനി കാണിക്കുന്നുണ്ട്. അവസാനം ശാലിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഒരു ശാന്തി മുഹൂർത്തം നീ വെറുതെ മനക്കോട്ട കെട്ടത്തേ ഉള്ളൂ, പിന്നെ സത്യഭാമേ നിങ്ങളൊരു മരമണ്ടി തന്നെയാണ്, നിങ്ങളെ ഞാൻ ഇനിയും പറ്റിക്കും എന്നൊക്കെ ഭാമയെക്കുറിച്ചും സുസ്മിത പറഞ്ഞതും ആ വീഡിയോയിലുണ്ട്. അന്നേരം അതൊക്കെ കേട്ട് അങ്ങ് അന്തം വിട്ട് ഇങ്ങനെ വായിൽ കൈയും കൊടുത്ത് നിൽക്കുകയാണ് സുസ്മിത. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തായാലും സുസ്മിതയ്ക്ക് മെരുങ്ങിയേ മതിയാകൂ എന്നുള്ളതിന് തെളിവ് ശാലിനിയുടെ കയ്യിലുണ്ടല്ലോ. ഇനി ശാന്തി മുഹൂർത്തം നടക്കുമോ എന്നുള്ളത്, അതോ ഇനി അടുത്ത മണി സുസ്മിത ഒപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.